ഹായ് ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു ചിക്കൻ കറി വെക്കാനുള്ള പുറപ്പാടിലാണ്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പും പാത്രം തപ്പിയിട്ട് കിട്ടിയില്ല, കിട്ടി ഉപ്പിട്ട് കൊടുക്കാം. അതിന് ശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അതിനുശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് പെരട്ടി വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് ഓയിലിൽ നല്ലപോലെ വറുത്ത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് പാത്രം ഗ്യാസിൽ വെച്ച് നമുക്ക് പാത്രം ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയും ചൂടായി വരുമ്പോൾ നമുക്ക് സവാള പാത്രം തപ്പിപ്പോകാം. സവാള എണ്ണ ചൂടായി വരുന്നത് നമുക്ക് നോക്കി അങ്ങനെ ഇരിക്കാം. എണ്ണ ചൂടായി വന്നോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സവാള കഷ്ണം ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മനസ്സിലാവും ചൂടായി വന്നോ ഇല്ലയോ. എന്നിട്ട് നമുക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. സവാളയുടെ അകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം സവാള വാടിക്കിട്ടും. അതിൻ്റെ കൂടെ ഞാൻ 2 പട്ട കഷ്ണം കൂടി ഇട്ടായിരുന്നു, പക്ഷെ അതെടുക്കാൻ മറന്നു. ഇട്ട് നല്ലപോലെ ഇളക്കി സവാള നല്ലപോലെ വാട്ടിയെടുക്കുക. നല്ലപോലെ ഇളക്കി നല്ലപോലെ സവാള വാടുന്നത് വരെ ചെറുതീയിൽ ഇളക്കി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ചോപ്പറിൽ അരിഞ്ഞതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് ചോപ്പറിൽ അരിഞ്ഞെടുത്തുകൊണ്ട് നല്ല കുഞ്ഞാന്ന് അരിഞ്ഞെടുത്താണ്. അതും കൂടിയിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലപോലെ വാടുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവ് എന്തോരം വേണം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ശേഷം ചിക്കൻ വറുത്ത് വെച്ച ഓയിൽ ഉണ്ടായിരുന്നു, കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തക്കാളിയും കൂടി നമുക്ക് ചോപ്പെല്ലാം അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ നല്ലപോലെ വാടി വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചധികം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എൻ്റെ ക്യാമറമാൻ്റെ ഫോക്കസ് എവിടെയോ പോകുന്നുണ്ട്. ദിയാമ്മയാണ് ഞങ്ങൾക്ക് ക്യാമറ എടുത്തു തരുന്നത്. അതിനർത്ഥം ചിക്കൻ വറുത്ത് വെച്ച പാത്രത്തിൽ നിന്ന് ഒരു ചിക്കൻ മിസ്സായിട്ടുണ്ട്. നല്ലപോലെ വാടി വന്ന് മിസ്സായ ചിക്കനാണ് കണ്ടത്. നല്ലപോലെ വരണ്ട് വന്നു കഴിയുമ്പോൾ കുറച്ച് വേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം.
കുറച്ചും കൂടി വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണേ. സംഭവം കളറായിട്ടുണ്ടല്ലേ. കുക്കിങ്ങിൽ അത്ര എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും ചിക്കൻ കറി കുഴപ്പമില്ല. കാണാനൊരു ആനച്ചന്തമൊക്കെ ഉണ്ട്. എത്രത്തോളം ഗ്രേവി ആക്കാമോ, എനിക്ക് എത്രയാണോ ആവശ്യത്തിന് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പായസം പോലെ ഇരിക്കുന്നു. എന്തിനാ ഈ പെണ്ണ് കിടന്ന് ഇതിനു വേണ്ടി ഇളക്കി ചാകുന്നേ? രണ്ട് കൂടെയും കുടഞ്ഞിട്ടുണ്ട്. തിളക്കുന്നുണ്ട്, കറി തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു ഭംഗിക്ക് ഇങ്ങനെ ഇട്ടെങ്കിലും പിന്നെ എനിക്ക് ക്ഷമയില്ല, അങ്ങനെ ഒറ്റ കൊട്ട് കൊട്ടി. അതിനുശേഷം നല്ലപോലെ ഇളക്കി ആ ഗ്രേവിയും ചിക്കൻ വറുത്തായിട്ട് യോജിപ്പിക്കുക. നല്ലപോലെ യോജിപ്പിച്ച് ലെഗ് പീസിന് ഞങ്ങളിവിടെ എപ്പോഴും ഇടുക. നല്ലപോലെ ഒന്നവിടെ ഇന്ന് തിളക്കട്ടെ, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതും നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. നമുക്ക് പൊറോട്ടയുടെ കൂടെ കഴിച്ചു നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ.